1974 കാലഘട്ടത്തിൽ ദേശാഭിമാനി പത്രത്തിന്റെ ഏജൻസി എടുത്ത് പത്രവിതരണത്തിന് ആരംഭം കുറിച്ച വി ഗോപിയെ നമുക്ക് പരിചയപ്പെടാം. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽപ്പെട്ട പന്തിരിക്കര കേന്ദ്രീകരിച്ചായിരുന്നു ഏജൻസിയുടെ തുടക്കം. പന്തിരിക്കരയിൽ നിന്നും 10 കിലോമീറ്ററോളം ദൂരമുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ പേരാമ്പ്ര എസ്റ്റേറ്റ്, വളയംകണ്ടം, ആശാരിക്കണ്ടി, വിളയാട്ടുകണ്ടിമുക്ക്, പട്ടാണിപ്പാറ, മുടിയൻചാൽ, കോക്കാട്, ചാരുപറമ്പ്, നടുപ്പറമ്പ്, വലിയ പറമ്പ് തുടങ്ങി വിശാലമായ ഒരു പ്രദേശത്തിൻ്റെ പത്രവിതരണ ഏജൻസിയാണ് ഗോപിയുടേത്. കോഴിക്കോട് നിന്നും ബസ്സിൽ കൊടുത്തുവിടുന്ന പത്രക്കെട്ട് 6:30 പന്തിരിക്കരയിലെത്തും. പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്കുള്ള പത്രങ്ങൾ തൊഴിലാളികളുടെ കൈവശം കൊടുത്തുവിടുകയും ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യവും റോഡുമില്ലാത്ത ആ കാലത്ത് കിലോമീറ്ററോളം നടന്നാണ് പത്രവിതരണം നടത്തിയത്. ഓരോ വീട്ടിലും നടന്നു ചെന്ന് പത്രവിതരണം നടത്തിയതിനാൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അത് ഏറെ സഹായകരമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഇതേ തുടർന്ന് പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി പ്രസിദ്ധീകരിച്ച പത്രം ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ആ കാലത്ത് ദേശാഭിമാനി പത്രം നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു ദിവസം പത്രക്കെട്ട് സഹിതം പോലീസ് പിടികൂടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഗോപിയേട്ടൻ്റെ അനുഭവങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നുള്ളതുപോലെ ബ്രാഞ്ചടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തോ ദേശാഭിമാനി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇടപെട്ട് ഓരോരുത്തർ നമ്മുടെ അടുത്ത് പത്രം വാങ്ങിക്കും. അത് തന്നെ പത്രം വാങ്ങിക്കുന്ന ദിവസത്തിൽ, അന്ന് വാങ്ങുന്ന ദിവസത്തിലേറെ കൊടുക്കുന്ന ദിവസത്തിൽ നമ്മൾ വർത്തമാനം പറയുന്ന ആളുകളോട് ഇങ്ങോട്ടും നല്ലോണം വിമർശിക്കപ്പെടും. കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു വല്ലാത്ത തീർച്ച ഇന്നത്തെ സ്വാധീനവും ശക്തിയൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഓരോ കേന്ദ്രങ്ങളില്ല നടന്നു തന്നെ പോകണം. ഇന്ന് എനിക്ക് എന്ത് ചെയ്യില്ല, സൈക്കിളൊന്നും അറിയില്ല. എങ്കിൽ പോലും നമ്മൾ 1900 അടിയന്തരാവസ്ഥ കാലത്ത് പന്തിരിക്കരയിൽ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നിട്ട വർഷങ്ങൾ 50 വർഷം എടുത്ത് പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടുകാരോടും അതുപോലെ മറ്റ് ആളുകളോടും സൗഹൃദത്തിൽ പെരുമാറാനും ഇടപെടാനും ഒക്കെ നമ്മളെ സഹായിച്ചത് ഈ പത്രവും ഈ പാർട്ടിയും തന്നെയാണ്. അത് ആ ബന്ധം ഇന്നും തുടരുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവം നമുക്ക് ഉണ്ട്. നമ്മളിപ്പോൾ പഴയ കാലഘട്ടമല്ല, പുതിയ കാലഘട്ടമാണ്. ഈ രംഗത്താണെന്നുണ്ടെങ്കിൽ പുതിയ ഏജൻറ്റുമാർ പ്രാദേശികമായി കടന്നു വരുന്നുണ്ട്. എന്നാൽ അവർക്ക് ആകർഷകമായ ഒരു പദ്ധതിയില്ല. ഇപ്പം പത്രം കൊണ്ടുവന്ന അവസരത്തിൽ ഇപ്പം തന്നെ 4-5 പന്നീന ഒരു 4:30 പോകുന്ന ദിവസത്തിൽ കാണാം. മുള്ളം പന്നി ഉണ്ടാവും, അതുപോലെ നായ ഉണ്ടാവും, കുറുക്കനുണ്ടാവും. ഇതൊക്കെ അതിജീവിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ഇടയ്ക്ക് നായ കടി ഏൽക്കും, പാമ്പ് കടി ഏറ്റിട്ടുണ്ട്. അതുപോലെ പല പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യലുണ്ട്, ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ പത്രം നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരുപാട് മാറി നല്ല ആകർഷകമായ പത്രമാണ്. നല്ല വിധത്തിലുള്ള ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എങ്കിൽ പോലും പ്രാദേശികമായി നല്ല സമർത്ഥരായ ഏജൻറ്റുമാർ ഈ രംഗത്ത് ഉണ്ടാകാത്തത് പോരായ്മയാണ്. അതായത് നല്ല നിലയ്ക്കുള്ള ഇപ്പം മറ്റു പത്രങ്ങൾ ഒക്കെ നമ്മളെ അനുകരിക്കുന്നിടത്തിലേക്ക് എത്തണം. മറ്റു പത്രങ്ങൾ നമ്മളെ അനുകരിക്കില്ല, കൊണ്ട് നമ്മളെ അനുകരിക്കുന്നിടത്തിലേക്ക് ദേശാഭിമാനിയിലെ വാർത്ത ശ്രദ്ധിക്കപ്പെടണം. കഴിഞ്ഞ 56 വർഷമായി ദേശാഭിമാനി പത്രം മാത്രം വായിക്കുന്ന നമ്പ്യാർ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഗോപിനെ എനിക്കൊരു 33 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് ബന്ധം. കുറച്ചായിട്ട് ദേശാഭിമാനി ഇവിടെ അല്ല, ഞാൻ ഒരു 50 വർഷമായിട്ട് വായിക്കുന്ന ആളാണ്. പക്ഷെ ഗോപിയാണ് ഇവിടുത്തെ ദേശാഭിമാനിൻ്റെ ഏജൻസി. ഞാൻ ഇവിടെ പരിചയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഇഷ്ടപ്പെട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിസ്വാർത്ഥ സേവകൻ. ഉള്ള ദുർലഭമായി കാണാൻ പറ്റുന്നു. അപ്പോൾ ഗോപി എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ്, സംശയത്തിൻ്റെ കാര്യത്തിൽ. വളരെ കൃത്യനിഷ്ഠയായിട്ട് സാധനം പേപ്പർ എനിക്ക് രാവിലെ കിട്ടണം, അതെനിക്ക് എത്തിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് പേപ്പറാണ് പ്രധാനം. വാർത്തകൾ ദേശീയാടിസ്ഥാനത്തിലും അന്തർദേശീയാടിസ്ഥാനത്തിലും വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഒരു TV കൊണ്ടൊന്നും കിട്ടില്ല. മൈന്യൂട്ടായിട്ട് കിട്ടണമെങ്കിൽ പേപ്പർ വായിക്കണം. പേപ്പർ വായിക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന പേപ്പർ ദേശാഭിമാനി. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ പത്രമാണ്. അത് EMS ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി ദിവസം തോറും വായിക്കാത്തിടത്തിന് കമ്മ്യൂണിസ്റ്റായി ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി. ഇന്ന് ജനറലായിട്ടുള്ളത് പൊതുവിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. മുമ്പ് പാർട്ടി വിഷയങ്ങൾ മാത്രം ആയിരുന്നു കാര്യമായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നതല്ല. അപ്പോൾ ഗോപിൻ്റെ പങ്ക് ഇതിവിടെ എത്തിക്കുന്നതിനും ആളുകൾക്ക് കൈകളിൽ എത്തിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്, സംശയമില്ല. ഈ പ്രായത്തിന് മേലെ മൈലുകളോളം നടന്ന് കിലോമീറ്ററോളം നടന്ന് പത്രങ്ങൾ ഓരോരുത്തരുടെ കയ്യിലെത്തിക്കുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ അഭിനന്ദനം അറിയിക്കുന്ന ഒരു വിഷയമാണ്. ഞാനെപ്പോഴും അയാളോട് പറയാറുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ വിളിക്കൊണ്ടു. ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്ന് പറഞ്ഞ് എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിരുന്നു. എഴുതുന്ന ഞാൻ 4 ആൾ വിളിച്ച ആളിൽ ഒരാൾ ഗോപിയാണ്. ആരും ഞാൻ വിളിച്ചിട്ടില്ല, ഒരുപാട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അയാൾക്ക് ചിലത് കാണും. അയാൾക്ക് ഇഷ്ട സത്യസന്ധത, ഈസ് എ വെരി നൈസ് മാൻ. എനിക്ക് ആ ഒരു സംശയം.
വി ഗോപി എന്ന പത്ര ഏജന്റിനെയും അതിലുപരി കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഗോപിയേട്ടനെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളതും നമുക്ക് കേൾക്കാം. 13-ാം വയസ്സിൽ ദേശാഭിമാനി വാങ്ങലാണ്. വീട്ടിൽ നിന്ന് വാങ്ങും. ഇവിടെ വന്നത് 2ാം വിവാഹം കഴിച്ചതിന് ശേഷം ഇവിടെ പരിചയപ്പെടുന്നു. ഇവിടെ വന്നിട്ട് 20 കൊല്ലമായി. 20 കൊല്ലം ഗോപിയേട്ടൻ പഠിച്ചവരും ഡോക്ടറായിട്ട് പോവാം. ഗോപിയേട്ടൻ ഏകദേശം 50 വർഷത്തോളമായി പന്തിരിക്കരയിൽ സമീപ പ്രദേശങ്ങളിലെ പത്രങ്ങളുടെ ഏജൻസിയായിട്ട് ഞാൻ കാണുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ പത്രവുമായിട്ട് വരുന്ന ഗോപിയേട്ടൻ ഞാൻ അന്ന് മുതലുള്ള പരിചയമാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പത്രത്തിനോടൊപ്പം പൊതിയാനുള്ള ബ്രൗൺ പേപ്പർ വെള്ളത്തിലുമായിരുന്നു. അങ്ങനെ നല്ലൊരു ബന്ധം അന്ന് മുതൽ ഇന്ന് വരെ പത്രഫീൽഡിൽ അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത് സന്തോഷകരമായ കാര്യമാണ്. ദേശാഭിമാനിൻ്റെ ഏജൻസിയിൽ അവരുടെ കമ്പനി തന്നെ അദ്ദേഹത്തിന് ആദരം നൽകിയിട്ടുണ്ട് 50 വർഷം പൂർത്തിയാക്കിയതിൻ്റെ. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ കൂത്താളി പഞ്ചായത്തിൽ 4ാം വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്ക് ഗോപിയേട്ടനാണ്. അദ്ദേഹത്തിന് ആദരവോടെ തന്നെയാണ് ഇവിടെയുള്ള കൂത്താളിയിലായാലും ഈ ചങ്ങരത്തായാലും ചക്കിട്ട പറയലാണ് ഇപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. എന്ത് സന്തോഷമാണെങ്കിലും ദുഃഖമായാലും അദ്ദേഹം ഇതിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്.